എൻ്റെ പേര് സെമീന, സെക്കൻഡ് ബി ഉറുദു പഠിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വെക്കാമെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ? ചോദ്യമാണ്. എന്തുകൊണ്ടൊരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരാകാമെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിലധികം പുരുഷന്മാരായിക്കൂടാന്ന് നല്ലൊരു ചോദ്യമാണ്. അവിടെ വളരെ തമാശയായി എടുക്കേണ്ട ഒരു ചോദ്യമല്ല ഇത്. ഏറ്റവും അധികം ഫെമിനിസ്റ്റുകളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഉത്തരം വളരെ ക്ലിയറാണ്. പുരുഷ പ്രകൃതി സ്ത്രീ പ്രകൃതി രണ്ടാണ് എന്ന് തന്നെയാണ് അതിന് ഉത്തരം. പച്ചയായി പറഞ്ഞാൽ പുരുഷ പ്രകൃതി ഒന്നിലധികം സ്ത്രീകൾ അനിവാര്യമാക്കുന്ന പ്രകൃതിപരമായ അനിവാര്യതകൾ പുരുഷനുണ്ട് എന്നത് ലൈംഗിക ശാസ്ത്രം പറയുന്നതാണ്, കുടുംബ മനഃശാസ്ത്രം പറയുന്നതാണ്. എന്നാൽ സ്ത്രീക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതില്ല എന്നാണ്. നമുക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ വയ്യല്ലോ, സ്ത്രീകളാണ് പറയേണ്ടത്. തീർച്ചയായും അവിടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. വളരെ വ്യക്തമായി പുരുഷ പ്രകൃതി അനിവാര്യമായും ആവശ്യപ്പെടുന്ന ഒരു പ്രകൃതിപരമായ അനിവാര്യതക്ക് ഇസ്ലാം അനുവാദം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇസ്ലാമിന്റെ അനുവാദത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ അനുവാദത്തിനെതിരെ കലാപമുയർത്തുകയും ചെയ്യുന്നവർ പലപ്പോഴും ഏത് പക്ഷത്ത് നിൽക്കുന്നവരാണ്? ഇത്തരം ഒരു സംവിധാനത്തിന് തന്നെ എതിരുള്ളവരാണ്. ഞാൻ പലപ്പോഴും തമാശയായി പറയാറുണ്ട്, ബഹുഭാര്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു തോട്ടത്തിൽ സാധാരണ നിങ്ങൾ ഗാർഡനിൽ പോയാൽ ഇടയ്ക്കൊരു കുറ്റി കാണും. ചിലപ്പോൾ ഒരു കുരങ്ങിന്റെ പിക്ചറും വെച്ചിട്ടായിരിക്കും കുറ്റി. എന്താണ്? സ്പിറ്റ് ഹിയർ എന്നാണ് അതിമുണ്ടാവുക. ഇവിടെ തുപ്പുക എന്ന കുറ്റി കണ്ടാൽ അവിടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് തുപ്പാനൊന്നുമില്ലെങ്കിലും കുരച്ച് ബുദ്ധിമുട്ടി അവിടെ തുപ്പണമെന്ന് ആരും പറയാറില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂ എന്നാണ് അതിനർത്ഥം. എവിടെയും തുപ്പി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കുറ്റി തന്നെ ആവശ്യമില്ല അവർക്ക്, അല്ലെ? ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിദ്ധാന്തം എന്താണ്? എത്ര സ്ത്രീകളുമായി എപ്പോഴും ബന്ധപ്പെടാം, ആ എന്തെങ്കിലും അവരുമായിട്ടുള്ള കണക്ക് തീർക്കാണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർത്തു പോരണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അവരുടെ സിദ്ധാന്തം. എന്നാൽ ഇസ്ലാം വളരെ വ്യക്തമായി തന്നെ അവിടെ നിയമമുണ്ടാക്കി. എന്താണ്? ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അനിവാര്യത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ജീവശാസ്ത്രപരമായി ഉണ്ടാകാം, സാമൂഹികമായി ഉണ്ടാകാം, ഞാൻ പറയാം, ഈ അനിവാര്യതയുണ്ടെങ്കിൽ അത് വിവാഹം എന്ന കരാറിലൂടെ മാത്രമാകണം. അത് പെണ്ണിന്റെ മാന്യതയും ബഹുമാന്യതയും അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങളും നീതിയും അംഗീകരിച്ചു കൊണ്ടാകണം. എന്നാൽ നിങ്ങൾ നോക്കുക, ഇപ്പൊ ആധുനിക സംസ്കാരം, നമ്മൾക്കതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന സംസ്കാരത്തിന്റെ വക്താക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ മീഡിയയും എല്ലാം ഈ രംഗത്ത് വളരെ മോശമായ പ്രചാരണം നടത്തുക. പക്ഷേ അതേ മീഡിയ വിഗ്രഹവൽക്കരിക്കാൻ വേണ്ടി ഇപ്പോ കഴിഞ്ഞ 8 മാസത്തിന്റെ ഉള്ളിൽ ഏറ്റവും അധികം കോപ്പി വിറ്റഴിഞ്ഞ മലയാളത്തിലെ പുസ്തകം നളിനി ജമീലയുടെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന പുസ്തകമാണ്. ലോക സംസ്കാരത്തിന് എനിക്ക് തോന്നുന്നത് മലയാളം അടുത്ത കാലത്ത് സംഭാവന ചെയ്ത ഒരു സാധനമാണ് ആ പുസ്തകം. എന്താ കാരണം? ഒരു ലൈംഗിക തൊഴിലാളി ഈ രൂപത്തിൽ പച്ചയായ ആത്മകഥ എഴുതിയത് ഞാൻ ലോക സാഹിത്യത്തിലൊന്നും 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഇറങ്ങിയത് ഞാൻ വായിച്ചിട്ടില്ല. എന്താ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്നുള്ള പുസ്തകം ഒരു പുസ്തകം എന്നുള്ള നിലക്കല്ല, ഒരു പൈങ്കിളി എന്നുള്ള നിലക്കല്ല, ഒരു സംസ്കാരമായി, ഒരു ധർമ്മമായി ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖ്യധാര സാംസ്കാരിക മാസികയിൽ സ്ഥിരം പങ്ക്തിയാണ് അവർക്ക്, സ്ഥിരം കോളം, നളിനി ജമീലയുടെ കോളം, എന്റെ അനുഭവം എന്നാണ് കോളം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അവളത് ആ സ്ത്രീ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? പറയുന്ന കാര്യം ഇതാണ്: എന്ത്? ലൈംഗിക ദാരിദ്ര്യം എന്നുള്ളതൊരു സത്യമാണ്, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അവർ പറയാൻ അതുകൊണ്ട് തന്നെ വിവാഹം എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി, മക്കളെ ഉണ്ടാക്കുവാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറണം. മറിച്ച് ലൈംഗികത എന്നുള്ളത് വിവാഹബാഹ്യമായും അനുവദിക്കപ്പെടണം. ഈ സാധനത്തെയാണ് നാം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നിട്ട് അവർ പറയുന്നത്. പിന്നെ കുറച്ചുകൂടി കടന്ന് അവർ പറയുന്നുണ്ട്, ഭാര്യമാരെ അപേക്ഷിച്ച് ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് ഞങ്ങളുടെ മക്കളുടെ പിതാക്കൾ ആരാകണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഇന്ന ആളുടെ
മക്കളെ പ്രസവിക്കാൻ ഉള്ള ഇന്ന ആളെ മക്കളെ പ്രസവിക്കാം എന്നൊരാൾക്ക് തീരുമാനിക്കാൻ ആകെ അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റു സ്ത്രീകൾക്ക് എന്താണ്? അവനെന്റെ ഭർത്താവിന്റെ മക്കളെ തന്നെ പ്രസവിക്കട്ടെ. മറ്റേത് തന്റെ അടുത്ത് വരുന്ന ഇന്ന പുരുഷന്റെ അയാൾ അത്യാവശ്യം തരക്കടില്ല, അതുകൊണ്ട് അയാളുടെ മക്കളെ പ്രസവിക്കാം. അപ്പൊ ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ അയാളുമായി ബന്ധപ്പെടാം, മറ്റുള്ളവർ വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ സംസ്കാരം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു വസ്തുത ലോകം അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ നിയമപരമാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനം. ഇംഗ്ലണ്ടിൽ നിയമം മൂലം ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഒരു ഇംഗ്ലീഷുകാരന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ പറ്റില്ല നിയമപ്രകാരം. എന്നാൽ എത്ര ലവേഴ്സുമാകാം, എത്ര ഗേൾ ഫ്രണ്ട്സുമാകാം. ആ ഗേൾ ഫ്രണ്ട്സിന് മക്കളുണ്ടാകാം, അതിനൊരു കുഴപ്പമില്ല, അതിന് നിയമപരമായ വേറെ മാർഗമുണ്ട്. പക്ഷേ അവർ കപ്പിളായി കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം, ഒരു പ്രശ്നമായി, കോടതിയായി പ്രശ്നമായി. ഇത് നിങ്ങൾ എവിടെ നോക്കുക, നിയമം മൂലം ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സമൂഹങ്ങളിൽ സ്വാഭാവികമായി തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കേണ്ടി വരും. എന്തുകൊണ്ടാണത്? ഇപ്പൊ കേരളത്തിൽ തന്നെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് അടുത്ത് നടന്ന ഒരു പഠനം വ്യക്തമാക്കിയത്, പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ സമീപിക്കുന്ന, ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും പറയാൻ പാടില്ല, സെക്സ് വർക്കേഴ്സ് എന്ന് പറയാൻ പാടുള്ളൂ, മറ്റേത് അവര് സമരം ചെയ്യും. ലൈംഗിക തൊഴിലാളികളെ സമീപിക്കുന്ന പുരുഷന്മാരിൽ 80% വിവാഹിതരാണെന്ന്. ഇത് നൽകുന്ന ഒരു വസ്തുതാപരമായ സത്യമുണ്ട്. അത് പുരുഷ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പുരുഷ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇത്തരം രംഗങ്ങളിലാണ് പുരുഷനെയും പെണ്ണിനെയും അറിയാവുന്ന പടച്ചവന്റെ നിയമമാണ് മാനവികം എന്ന് നമ്മൾ പറയാൻ കാരണം. ഇസ്ലാം പറയുന്ന അത്രേ ഉള്ളൂ. തീർച്ചയായും പുരുഷൻ പെണ്ണിനെ പരിശോധിച്ചാലും പെണ്ണ് പുരുഷനെ പരിശോധിച്ചാലും അവിടെ മാനദണ്ഡങ്ങൾ അവനവന്റെ മാനദണ്ഡമാകുമ്പോൾ അവിടെ പക്വമാവുകയില്ല മാനദണ്ഡം. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് പടച്ചവന്റെ നിയമമാണ് നടപ്പാക്കേണ്ടത്. ഈ രംഗത്ത് നിങ്ങൾ നോക്കുക, വ്യക്തിപരമായ അനിവാര്യതകൾ ഉണ്ടാകുന്ന രംഗങ്ങളുണ്ട് ബഹുഭാര്യത്വം. ഞാൻ പറഞ്ഞു, ഒന്ന് ലൈംഗികത തന്നെയാണ്. രണ്ടാമത്തെ സ്ത്രീയുടെ വന്ധ്യത, സ്ത്രീയുടെ മാറാരോഗം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാറാരോഗത്തിൽ പെടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരുഷൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾക്കറിയാലോ, കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, എയ്ഡ്സിനെതിരെയുള്ള പോസ്റ്റർ. എന്താണ് നമ്മുടെ സമൂഹത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ തന്നെ ഒരു മധ്യവർഗ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് ആ പോസ്റ്റർ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്താണത് പോസ്റ്റർ? യാത്രക്ക് വേണ്ടിയുള്ള വേഷമിട്ടിട്ട് സൂട്ട് കേസുമായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഭർത്താവ്. നടക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഭാര്യ വീട്ടിലെ ഒരു വസ്ത്രമിട്ടിട്ട് ഭാര്യ നിൽക്കുന്നുണ്ട്. ഭാര്യ ഇങ്ങനെ കയ്യിൽ ഒരു പെട്ടിയും ഇങ്ങനെ നീട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭാര്യ പറയുന്നത് എന്താണെന്നറിയോ? ഇതും കൂടി അതിൽ വെച്ചോളൂ. എന്താ, ഗർഭനിരോധന ഉറയാണ് കയ്യില്, ഇതും കൂടി വെച്ചോളൂ. നിങ്ങൾ എനിക്ക് ശരിക്കും അറിയാലോ, നിങ്ങൾ പോയി വരുമ്പോ രോഗമായിട്ട് ഇങ്ങോട്ട് വരണ്ട, അസുഖം എയ്ഡ്സ് ആയിട്ട് ഇങ്ങോട്ട് വരണ്ടാണ്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് പ്രസിദ്ധീകരിച്ചതായിരുന്നത്. കേരള സംസ്കാരത്തിന്റെ നഖചിത്രം അവതരിപ്പിക്കുന്നതാണ് ഇതിനർത്ഥം. എനിക്കറിയാം, നമ്മുടെ കേരളത്തിലെ മധ്യവർഗ സമൂഹത്തിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും അറിയാം തങ്ങളുടെ ഭർത്താക്കന്മാർ പുറത്ത് പലരുമായും ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് അതിലൊരു പ്രശ്നമല്ല, അവർ വിവാഹിതരാകുമ്പോൾ പ്രശ്നമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് പ്രശ്നവും. ഇസ്ലാം ഇത് പറഞ്ഞു പറ്റൂല. നിയമം എന്നുള്ളത് നിങ്ങൾക്ക് അനിവാര്യമാണോ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടത് എങ്കിൽ അത് വിവാഹത്തിലൂടെയോ പാടുള്ളൂ. തുപ്പേണ്ടവർ കുറ്റിയിലെ തുപ്പാവൂ. എല്ലായിടത്തും തുപ്പണമെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, കുറ്റി എന്തിന്? എന്നാൽ ഇസ്ലാം അവിടെ നിയമം വളരെ കർക്കശമാണ്. അതോടൊപ്പം തന്നെ സാമൂഹികമായ അനിവാര്യതയാകുന്ന രംഗങ്ങളുണ്ട്. ബഹുഭാര്യത്വം സാമൂഹികമായ അനിവാര്യതയാകുന്ന രംഗങ്ങളുണ്ട്. എന്താണ് സാമൂഹികമായ അനിവാര്യത? വിധവകളുടെ സംരക്ഷണം നമുക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തള്ളാൻ പറ്റും. വൈധവ്യത്തെ പോലെ നമ്മുടെ സമൂഹത്തിൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷങ്ങളാണ്. അതെന്താണ്? ചിലപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകും, അതിൽ വിധവകൾ ഉണ്ടാകും, അവരെ സ്വീകരിക്കാൻ പുരുഷന്മാർക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ജർമ്മനിയിലെ പെണ്ണുങ്ങൾ തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ബോർഡ് തൂക്കി, വാണ്ടഡ് എൻ ഈവനിങ് ഗസ്റ്റ്.
1948 മ്യൂണിച്ചിൽ വെച്ച് നടന്ന വേൾഡ് യൂത്ത് ഓർഗനൈസേഷന്റെ മീറ്റിംഗ് പറഞ്ഞു, എന്താണ് ജർമ്മനിയിലെ പെണ്ണുങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പോളിഗമിയാണ്. ഇസ്ലാം പറയുമ്പോൾ അത് പോക്കും, വേൾഡ് യൂത്ത് ഓർഗനൈസേഷൻ പറയുമ്പോൾ അത് ശരിയുമാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രകൃതിപരമാണ് ബഹുഭാര്യത്വം എന്നാണ്. സഹോദരിയുടെ ചോദ്യം പൂർണ്ണമാകുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നല്ല ചോദിച്ചത്, പക്ഷേ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് പറയണമെങ്കിൽ പൂർണ്ണമാവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒന്നാമത്തെ ഭാഗം പറഞ്ഞത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് അവകാശം അനുവദിച്ചില്ല എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരം അത് പ്രകൃതിപരമല്ല എന്ന് തന്നെയാണ്. ബഹുഭർത്തൃത്വം പ്രകൃതിപരമല്ല. ആരോഗ്യമുള്ള ഒരു പുരുഷൻ ഭർത്താവായിട്ടുണ്ടെങ്കിൽ സ്ത്രീ ഒരവസ്ഥയിലും ഒന്നിലധികം പുരുഷന്മാരുടെ സാമീപ്യം കാക്ഷിക്കുന്ന, അനിവാര്യമാക്കുന്ന ഒരവസ്ഥയും സ്ത്രീക്കുണ്ടാവില്ല. ഒരവസ്ഥയും ഉണ്ടാവില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് രോഗമാണ്. ആ രോഗം ചികിത്സിക്കേണ്ടതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാർ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മാസ്റ്റേഴ്സ് ജോൺസന്റെയും അതേപോലെ തന്നെ ഹാവ്ലോക്ക് എല്ലിസിന്റെയും നമ്മുടെ പ്രകാശ് കോത്താരിയുടെയും എല്ലാം പഠനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഇനി എന്തുകൊണ്ട് പ്രകൃതിപരമല്ല? ശ്രദ്ധിക്കുക, എന്തുകൊണ്ട് പ്രകൃതിപരമല്ല എന്താന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞു സ്ത്രീക്ക് ഒരിക്കലും അനിവാര്യമാകുന്നില്ല. ഇനി അനുവദിച്ചാലോ പ്രകൃതി വിരുദ്ധമാവുകയും ചെയ്യും. അതെന്താ പ്രകൃതി വിരുദ്ധമാകുന്നത്? ഒന്നാമത്തെ പ്രശ്നം എന്താ? ബഹുഭർത്തൃത്വം ഉണ്ടായാൽ ഭർത്താക്കന്മാർക്കിടയിൽ പെരുമാറ്റച്ചട്ടം വേണ്ടി വരും, അല്ലെ? എന്താണ്? ഒരു ഭർത്താവ് ഇത്ര ദിവസം ഇത്ര സമയത്ത് ഇത്ര രൂപത്തിലേ വരാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ പെരുമാറ്റച്ചട്ടം ഉണ്ടാവേണ്ടി വരും. ഇത് പുരുഷ പ്രകൃതിയുമായി യോജിക്കുന്നതല്ല. പുരുഷന്റെ ലൈംഗികതയും സ്ത്രീയുടെ ലൈംഗികതയും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. സ്ത്രീയുടെ ലൈംഗികത എന്നുള്ളത് മെല്ലെ ഉണരുകയും മെല്ലെ തണുക്കുകയും ചെയ്യുന്നതാണ്. പുരുഷ ലൈംഗികത അങ്ങനെയല്ല, പെട്ടെന്ന് ഉണരുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നതാണ്. സ്ത്രീയുടെ ലൈംഗികത എന്നുള്ളത് സ്പർശനവും അതിനാവശ്യമായ സാഹചര്യവും ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. എന്നാൽ പുരുഷന്റെ ലൈംഗികത എന്നുള്ളത് കാഴ്ചയിലൂടെ തന്നെ അത് ഉണരുകയും അനിവാര്യമാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പുരുഷ ലൈംഗികത എപ്പോഴും അതിന്റെ സംതൃപ്തി പൂർത്തീകരണം അനിവാര്യമാക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്കിടയിൽ ഒരു പെരുമാറ്റച്ചട്ടം എന്നുള്ളത് പ്രായോഗികമല്ല. പാഞ്ചാലിയുടെ അടുത്ത് പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയിട്ടാണ് അർജുനന്, ദുര്യോധന്റെ സമയത്ത് അർജുനൻ വന്നപ്പോ സ്വാഭാവികമായിട്ടും പ്രശ്നമായി. അത് മൂപ്പര് 10 കൊല്ലത്തെ വനവാസത്തിന് പോകേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മുടെ കഥ, നമ്മുടെ ഇതിഹാസത്തിന്റെ കഥ. രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവൾ ഗർഭിണിയാകുന്നതോടുകൂടി അടുത്ത പ്രശ്നം തുടങ്ങി. സ്ത്രീ ഗർഭിണിയാകുമ്പോ ഗർഭാവസ്ഥയിലെ പെണ്ണിന്റെ മാനസികാവസ്ഥ എന്താന്ന് വെച്ചാൽ, തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പിതാവിന്റെ തലോടേൽക്കാനാണ് പെണ്ണ് ആഗ്രഹിക്കുക. അത് അവളുടെ മാനസികമായ അവകാശമാണ്. ഇത് ആരാണ് ആ പിതാവ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവകാശം സംരക്ഷിക്കപ്പെടില്ല. ഭർത്താവിനും അതെ, പുരുഷനും ആ സമയത്ത് പെണ്ണിനോട് തോന്നുന്ന ഒരു പ്രത്യേകമായ താല്പര്യമുണ്ട്. അത് ലൈംഗികതയിൽ അധിഷ്ഠിതല്ല, സ്നേഹത്തിൽ അധിഷ്ഠിതാണ്, മവദ്ദത്തിലും റഹ്മത്തിലും അധിഷ്ഠിതാണ്. ആ സമയത്ത് പെണ്ണിനോട് തോന്നുന്ന താല്പര്യം തന്റെ ബീജമാണ് ഇവൾ പേറുന്നത് എന്ന മാനസികാവസ്ഥയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ആ ഒരവസ്ഥയിൽ അവൾ തലോടുവാൻ അവൾക്ക് വേണ്ട അവകാശം ലഭിക്കുന്നില്ല. ആ സമയത്തുള്ള ശുശ്രൂഷ ആര് നൽകണം എന്നുള്ള പ്രശ്നം വന്നു. ഇനിയോ പ്രസവിച്ചാലോ ആരുടെ കുഞ്ഞാണെന്നുള്ള വിഷയം വന്നു. ആരുടേതാണ് മകൻ എന്നുള്ള പ്രശ്നം വന്നു, മകൾ എന്നുള്ള പ്രശ്നം വന്നു. ഇനിയോ അത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പോറ്റണം എന്നുള്ള പ്രശ്നം വന്നു. പിന്നെയോ സമ്പത്ത്, ആരെങ്കിലും ഒരു പിതാവ് മരിച്ചാൽ, ഇയാളുടെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും മരിച്ചാൽ അയാളുടെ സ്വത്ത് ആർക്ക് കൊടുക്കണം എന്നുള്ള പ്രശ്നം വന്നു. കാരണം 5 ഭർത്താക്കന്മാരിൽ ഒരാളെ മരിച്ചു, ഏത് മകനാണ് ഇയാളുടേതെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ, ഇയാളുടേത് ഏത് മകനാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സമ്പത്ത് വിതരണം ചെയ്യേണ്ടത് എന്നുള്ള പ്രശ്നം വന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ് ബഹുഭർത്തൃത്വം. പറയുന്ന ബഹുഭാര്യത്വമാകട്ടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇപ്പൊ ചിലപ്പോ അടുത്ത ചോദ്യം വരും, ഇപ്പൊ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ, DNA ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് നടത്തിയിട്ട് ആ ടെസ്റ്റിന്റെ റിസൾട്ട് അനുസരിച്ച് ആരുടെ മകനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. അവിടെ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല.
ഒരു കുട്ടിക്ക് വാപ്പാന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ലാബറട്ടറി റിസൾട്ടുമായിട്ട് ചെന്ന് ഇതാ താങ്കളുടെ വാപ്പയാകുന്നു, അതുകൊണ്ട് സ്നേഹം എനിക്ക് തരണം എന്ന് പറയുന്ന യാന്ത്രികമായ സ്നേഹ സംവിധാനത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായി തന്നെ ഉണ്ടാകേണ്ടതാണ്. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചത് അത് പ്രകൃതിപരമായതുകൊണ്ടാണ്, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായതുകൊണ്ടാണ്. ബഹുഭർത്തൃത്വം അനുവദിക്കാത്തത് അത് പ്രകൃതി വിരുദ്ധമായതുകൊണ്ടാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമായതുകൊണ്ടാണ്.